പിന്നെ കൊല്ലത്ത് ഇത്തവണ ചെറിയ മാറ്റം ഉണ്ടാവും എന്നാണ് കരുതപ്പെടുന്നത്. വലിയ ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങൾ ഒന്ന് കൊല്ലം സീറ്റ് തന്നെ. അവിടെ ബിന്ദുകൃഷ്ണൻ ഇത്തവണ ജയിച്ചേ തീരൂ എന്നുള്ള വാശിയിൽ നിൽക്കുക. അതുപോലെ ചവറയിൽ ഷിബു, ചവറയിലും കൊല്ലത്തും പല അഭിപ്രായത്തോടൊപ്പം അവർ തന്നെയാണ് അവരെ മുന്നെടുക്കുന്നത്. അതുകൂടാതെ ഈവൻ വലിയ മത്സരം ഉണ്ടാക്കുന്ന ഒന്ന് നമ്മുടെ കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റി ഉണ്ടാക്കിയ ഒരു തോൽപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പത്തനാപുരമാണ്. പത്തനാപുരത്ത് ഇത്തവണ ചാമക്കാല അത്ഭുതങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നെങ്കിലും ഏറ്റവും അവസാനം ഗണേശൻ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ്. അത് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ട ഈ സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയരൊക്കെ ഭൂരിപക്ഷം കൂടിയിട്ട് വലിയ ഭൂരിപക്ഷം കൂടുകയുള്ളൂ. അതിന്റെ ഈ മലയാളി സ്ത്രീകളുടെ സൈക്കിന്റെ ഒരു വിഷയം ശശി തരൂര് എല്ലാവരും ഭൂരിപക്ഷം ഈ കഴിഞ്ഞ പ്രാവശ്യം നോക്കി കഴിഞ്ഞ പ്രാവശ്യമല്ല പൊതുവെ അങ്ങനെ അതിൽ പെട്ടുപോയ ഒരാൾ പി കെ കുഞ്ഞാലിക്കുട്ടി മാത്രമേ ഉള്ളൂ. അത് മുമ്പാ അതെ ഞാൻ പറഞ്ഞു. എന്നാലും അടുത്ത കാലത്ത് ഗണേശൻ അങ്ങനെ ഭൂരിപക്ഷം കൂടാനാണ്. അതെ, കൂടാൻ സാധ്യത. അതെ ചാമക്കാല ഭയങ്കരമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കിയിട്ട്. ഇവിടെ ചാത്തന്നൂര് ബി ജെ പി ഒരു ഫൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണ BJP 2ാം സ്ഥാനത്തായിരുന്നു. പിന്നെ കോൺഗ്രസ് സ്ഥാനത്ത് സൂരജ് രവിയാണ്. അപ്പോൾ അത് തോപ്പിൽ രവിയുടെ മകൻ. അപ്പോൾ അദ്ദേഹം തീരെ താഴേക്ക് പോവുകയാണെങ്കിൽ BJPക്ക് ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ അവിടെ CPIയുടെ എണ്ണം പറഞ്ഞ സ്ഥാനാർത്ഥിയാണ്, നല്ല സ്ഥാനാർത്ഥിയാണ്, നല്ല മതിപ്പുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. പക്ഷെ 2021 9 സ്ഥലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് വന്നു. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 9 സ്ഥലങ്ങളിൽ. 2024 ലോക്സഭയിൽ 11 സ്ഥലങ്ങളിൽ 1 സ്ഥാനത്ത് 17 സ്ഥലങ്ങളിൽ 1ാം സ്ഥാനത്ത് വന്നു. പക്ഷേ ഈ ലോക്കൽ ബോഡീസ് തെരഞ്ഞെടുപ്പിൽ 2 സ്ഥലത്ത് മാത്രമേ 2 മണ്ഡലങ്ങൾ. അതിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലോക്കൽ ബോഡിയിലേക്കുള്ള വോട്ടും പാർലമെന്റിലേക്കുള്ള വോട്ടും അസംബ്ലിക്കുള്ള വോട്ടും ഒക്കെ വേറെയാണ്. അതിൻ്റെ ഒരു ട്രെൻഡ് വേറെയാണ്, ആളുകളുടെ മാനസികാവസ്ഥ വേറെയാണ്. പിന്നെ കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ലേ, അപ്പോൾ മോഡിക്കുള്ള വോട്ടാണ്, അതാണ് വ്യത്യാസം. മോഡിക്കുള്ള വോട്ട് ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലത്തേക്ക് ഇപ്പോൾ കിട്ടില്ലല്ലോ, അതാണ് സംഭവിക്കുന്നത്.